എങ്ങനെയാണ് വോട്ട് ചെയ്യപ്പെട്ടത്, എത്ര വോട്ടുകൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ആകെ പോൾ ചെയ്ത വോട്ട് എത്രയാണ് എന്നത് പരിശോധിക്കാം. ആകെ പോൾ ചെയ്ത വോട്ട് 767 വോട്ടാണ്. CP രാധാകൃഷ്ണന് 452 വോട്ടും സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ടും. അസാധു വോട്ടുകൾ 15ആണ്. ഭൂരിപക്ഷം 152 വോട്ടുകളുടേതാണ്. NDA പ്രതീക്ഷിച്ചത് 438 വോട്ടുകളാണ്. 14 വോട്ട് പ്രതീക്ഷിച്ചതിലും അധികമായി NDAക്ക് കിട്ടി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ സഖ്യത്തിന് നിരാശ നൽകുന്ന ഒരു ഫലം ഉണ്ടാകുന്നത്, അതായത് NDAക്ക് അവരുടെ വോട്ട് കിട്ടി എന്നുള്ളത് മാത്രമല്ല, അവർ പ്രതീക്ഷിച്ചതിലും 14 വോട്ട് അധികം കിട്ടി എന്നുള്ളതാണ് പ്രതിപക്ഷ സഖ്യത്തിന് നിരാശ നൽകുന്ന ഒരു ഘടകം. ഇത് സംബന്ധിച്ച ഉള്ള വിശദീകരണം രാഷ്ട്രീയമായി തന്നെ പ്രതിപക്ഷ മുന്നണി നൽകേണ്ടതുണ്ട്. സ്വന്തം, അതായത് ചെറിയ പാർട്ടികളിൽ നിന്നുള്ള വോട്ട് BJPക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് മാറിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ വോട്ട് മാറാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? പ്രതിപക്ഷ ഐക്യം, ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുന്നത് ഒരു സങ്കല്പം മാത്രമായി നിൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾക്കിടെ പൊതുവോട്ട് എന്നതിനപ്പുറത്ത് സ്വന്തം മുന്നണിക്കുള്ളിലുള്ള ജനപ്രതിനിധികളുടെ വോട്ട് പോലും സമാഹരിക്കാൻ കഴിയുന്ന പ്രതിപക്ഷ ഐക്യമില്ലേ എന്ന ചോദ്യം അവിടെ ഉണ്ടാവുകയാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ചില ചെറുപാർട്ടികളിൽ നിന്ന് NDAക്ക് വോട്ട് പോയി എന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ വോട്ട് ചോർന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളുമായി കോൺഗ്രസ് വിവരങ്ങൾ ആരായുകയാണ്. NDA കണക്ക് കൂട്ടിയതിലും 14 വോട്ട് അധികം നേടിയാണ് CP രാധാകൃഷ്ണന്റെ വിജയം. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, പ്രതിപക്ഷം ഇത് എങ്ങനെയെന്ന കൂട്ടിക്കുറച്ചിലുകൾ നടത്തുന്ന സമയമാണ്. പക്ഷേ അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം ചെറുതല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ BJPക്കാർ കളിയാക്കി തുടങ്ങിയിട്ടുമുണ്ട്. മധു, കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കൊക്കെ നന്ദി എന്നുള്ള കാര്യം കൂടിയാണ് ഭരണപക്ഷം എല്ലാം തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കിരൺ റിജിജു എല്ലാം തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്ന കാര്യവും അത് തന്നെയാണ്. 15 മുതൽ 24 വോട്ടുകൾ വരെ മറിഞ്ഞു എന്നാണ് നിലവിൽ നിഗമനമുള്ളത്. ഈ എവിടെ നിന്നൊക്കെ മറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ പല അഭ്യൂഹങ്ങളും ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഒരു ആഭ്യന്തരമായിട്ടുള്ള പരിശോധന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ നടത്തുമെന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെ നിന്ന് ഈ വോട്ടുകൾ ചോർന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. അത് കൃത്യമായി പുറത്തു വന്ന കാര്യമല്ല. പക്ഷേ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കരുതുന്ന ഒരു നിഗമനമായി കരുതുന്ന കാര്യങ്ങളാണ്. അത് ചെറു പാർട്ടികളിൽ നിന്ന് മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് ഉൾപ്പെടെ ഈ വോട്ട് ഇപ്പോൾ ചോർന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ, അഭ്യൂഹങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തമിഴ്നാട്ടിൽ നിന്നും DMKയിലും അതുപോലെ കോൺഗ്രസിലും വോട്ട് ചോർച്ചയുണ്ടായി. ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ അകത്തുനിന്ന് പോയി. മഹാരാഷ്ട്രയിൽ അവിടെയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തു നിന്നും അതുപോലെ കോൺഗ്രസിൻ്റെ MPമാരുടെ ഭാഗത്തു നിന്നും വോട്ട് ഇതുപോലെ ചോർച്ചയുണ്ടായെന്നുള്ള കാര്യവും, അതുപോലെ തന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വോട്ടുകൾ NDAയിലേക്ക് പോയി എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ കരുതുന്നത്. അത്തരത്തിലുള്ള പരിശോധനയൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടി ആഭ്യന്തരമായി ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇത് എല്ലാ ഘടകകക്ഷികളും അന്വേഷിക്കണം എന്നുള്ള കാര്യമാണ്, പരിശോധിക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് MP ആയിട്ടുള്ള മനീഷ് തിവാരി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചും ബീഹാർ തിരഞ്ഞെടുപ്പ് അടുക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഒത്തൊരുമ എന്നുള്ള കാര്യം, അത് ഏത് രീതിയിൽ പോകും, അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. മാത്രമല്ല, എല്ലാ രീതിയിലും പ്രതിപക്ഷത്തെ ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കൊണ്ട് ആക്രമിക്കുക കൂടിയാണ് നിലവിൽ NDAയും അതുപോലെ ഭരണപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇതിലൊരു ആഭ്യന്തര അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 15 മുതൽ 24 വോട്ടുകൾ വരെയാണ് എന്തായാലും ഇന്ത്യ ചേരിയിൽ നിന്നും NDAയിലേക്ക് മറിഞ്ഞതായി ഇപ്പോൾ കരുതപ്പെടുന്നത്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തെ നല്ല രീതിയിൽ ട്രോളുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കിരൺ റിജിജുവിന്റെ എക്സ്പോസിനെ കുറിച്ച് പറഞ്ഞു. സ്പെഷ്യൽ താങ്ക്സ് ടു സം MPs ഓഫ് ഇന്ത്യ അലയൻസ് ഹു വോട്ടഡ് വിത്ത് കൺസേൺസ് ഫോർ NDA കാൻഡിഡേറ്റ് CPRG ഇൻ VP ഇലക്ഷൻ എന്നുള്ളതാണ് കിരൺ റിജിജു കുറിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതൃത്വത്തെ, പ്രതിപക്ഷത്തിന്റെ MPമാർ തന്നെ വില നൽകുന്നില്ലേ എന്നുള്ള പരിഹാസമാണ് സോഷ്യൽ മീഡിയയിൽ എമ്പാടുമുള്ളത്. NDA and all our friendly MPs remain united എന്നതുകൂടി അവർ അഭിമാനത്തോടു കൂടി പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് പ്രതിപക്ഷ സഖ്യത്തിന് അവരുടെ MPമാർക്ക് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ വിശദീകരണം ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരിക്കാം.